ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗിൽറ്റർ ട്യൂബ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബാൻഡ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ രണ്ട് കളേഴ്സാണ് കേട്ടോ. ഈ മൾട്ടി കളർ ഗിൽറ്റർ ട്യൂബും പിന്നെ ഒന്ന് ഓറഞ്ച് യെല്ലോ മിക്സ്ഡ് ആയിട്ടുള്ള കളറുമാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് കളറാണ് നമുക്കിപ്പം ആവശ്യമായിട്ട് വരുന്നത്. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത്രയും നമുക്ക് ആവശ്യമില്ല. എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ 6mm സിൽവർ ബോയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് B7000 ഗ്ലൂവും കൂടെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഗിൽറ്റർ ട്യൂബിനെ കട്ട് ചെയ്യാം. എത്രയാന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും നമുക്ക് ആവശ്യം വരില്ല. നമുക്ക് ഇത്രയും വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പം നല്ലതുപോലെ ആദ്യം ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. നമുക്ക് ആവശ്യമില്ല. ഇത്രയും പീസ് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇതാണ് നമുക്ക് ആവശ്യമുള്ള സൈസ് എന്ന് പറയുന്നത്. ഇത്രയാണ് കേട്ടോ. ഓറഞ്ചും അതുപോലെ തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിതുപോലെ ഗിൽറ്റർ ട്യൂബൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ബാക്കി വരുന്ന പീസൊന്നും ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളി ഹെയർ ബാൻഡ് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഗിൽറ്റർ ട്യൂബ് എല്ലാം രണ്ടും കളറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഷേപ്പ് ഇല്ലാതിരുന്നാൽ നമുക്ക് വച്ചതിന് ശേഷം ഒട്ടിച്ചതിന് ശേഷം ഷേപ്പാക്കിക്കോളാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഹെയർ ബോ എടുക്കാം. അപ്പോൾ ബോയിൽ നമുക്ക് ഒട്ടിച്ചൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഈ കളർ വെച്ച് കൊടുക്കാം കേട്ടോ. ഇരിക്കാൻ കുറച്ച് പാടാണ്. ഗിൽറ്റർ ട്യൂബ് ആയതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഉരുണ്ടിട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് അതിന് സമയം കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പോകും കേട്ടോ. ഒട്ടിപ്പിടിക്കാൻ കുറച്ച് സമയം കൊടുത്തേ പറ്റൂ. കുറച്ച് സാവധാനം ചെയ്യാനുള്ളതാണ് കേട്ടോ. വെപ്രാളം പിടിച്ച് ചെയ്താൽ ഒട്ടി കിട്ടില്ല കേട്ടോ. ഗ്ലൂ ഒന്ന് തേച്ചിട്ട് അടുത്ത് നമുക്ക് ഓറഞ്ചാണ് കേട്ടോ. അതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഉണങ്ങി കിട്ടണം കേട്ടോ. ഉണങ്ങി കിട്ടിയാൽ തന്നെ നല്ലതുപോലെ നമുക്ക് അത് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും അത് നല്ലതുപോലെ ഉണങ്ങി വന്നോളും. വെയിറ്റ് ചെയ്യണം. നമുക്ക് ഗിൽറ്റർ ട്യൂബ് ബാക്കിയൊക്കെ വന്നാൽ ഇതേപോലെയൊക്കെ അലിഗേറ്ററിലോ ടിക് ടാക്കിലോ ഒക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് കണ്ടോ. ഇത് കുറച്ച് സമയം ഉണങ്ങി വരണം. ഉണങ്ങി വന്നാൽ സെറ്റാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം കേട്ടോ. ലാസ്റ്റ് വരെയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഉണങ്ങാനുള്ള ഒരു സാവകാശം അതിന് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങ് വലിച്ച് പറിച്ചിങ്ങ് താഴെ വന്നോളും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ വച്ച് ആദ്യമായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ വയ്ക്കും തോറും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് പോകണം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ വച്ച് വരുമ്പോഴേക്കും അത് ഉണങ്ങിക്കോളും. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. കുറച്ചും കൂടെ വയ്ക്കാം കേട്ടോ. താഴോട്ട് അതുകൂടെ വയ്ക്കാം. നല്ല ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ഇരുന്നോളൂ.
ഇവിടം വരയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഫുള്ള് ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിവിടെ വെച്ചേക്കാം. നമുക്ക് ആ സമയം കൊണ്ട് ഒരു അലിഗേറ്റർ, സിൽവർ അലിഗേറ്ററിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോ ഇവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോഴത്തെ സൈഡും കൂടെ കട്ട് ചെയ്യണം കേട്ടോ. ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ലെവൽ നോക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ചെറിയ കത്രിക ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം കാണാനില്ല. ഞാൻ പിന്നെ മെഷീൻ നോക്കി തന്നെ കട്ട് ചെയ്യണത്. കുറച്ച് കാർഡാണ്, ട്യൂബ് ആയതുകൊണ്ട് ഉണങ്ങിയതെല്ലാം കൂടെ അങ്ങ് ഒഴി വരുന്നു. നല്ലതുപോലെ ഇറക്കി പിടിച്ചിട്ട് ചെയ്താൽ കറക്റ്റായിട്ട് വരും കേട്ടോ. അങ്ങനെ ഞാൻ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബോ ഇവിടെ റെഡി ആയണ്ടോ. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ട്. പിന്നെ അല്പം കൂടെ ഉണങ്ങാറുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ആഘാതത്തിൽ അത് കുറച്ചൊക്കെ ഇങ്ങനെ ഇളകാനൊക്കെ ഒരു ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അലിഗേറ്ററിൽ ചെയ്തത് ഒന്ന് അങ്ങനെ അലിഗേറ്റർ ക്ലിപ്പിലും ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തു കേട്ടോ. എൻ്റെ ക്ലിപ്പ് ഇതിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് കേട്ടോ. ക്ലിപ്പും ബോയായിട്ടൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. എൻ്റെ കത്രികയുടെ കുഴപ്പം കൊണ്ടാണ് കേട്ടോ ചെറിയൊരു ലെവലൊക്കെ ഒന്ന് വ്യത്യാസമായിട്ടിരിക്കുന്നത്. അല്ലാതെ സൂപ്പറാണ് കേട്ടോ. മോഡൽ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്